ക്രൂശിത രക്ഷക വിമോചന. ശ്രദ്ധിക്കണേ, വളരെ നിസ്സാരമെന്ന് ഈ വചനഭാഗം തോന്നാം, പക്ഷെ ഇത് നിസ്സാരമല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായൊരു സന്ദേശം ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. കാരണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ വിഷയം, ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ കം, എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. എൻ്റെ കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കുന്നവൻ ഞാൻ അവനിലും വസിക്കുമെന്നും പിതാവും അവനിൽ വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൽ വസിച്ച് അവൻ്റെ കുരിശിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊന്ന് യോഹന്നാൻ 2:6 മുതലുള്ള വചനങ്ങളിലും യോഹന്നാൻസിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ നടന്ന അതേ വഴികളിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. എന്നെ അനുഗമിക്കാൻ നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഈ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള സഞ്ചാരമാണ് വിശുദ്ധ വാരത്തിൽ സംഭവിക്കുന്നത്. യേശുവിൻ്റെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ കുരിശിനോട് ചേർന്ന് സഹനത്തിലൂടെയൊക്കെ നമ്മൾ നടക്കുക. അപ്പോൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ നടന്ന അതേ വഴികളിലൂടെ തന്നെ നടക്കണം. അപ്പോൾ ഇതാ ഈശോയെ പിടിച്ചുകൊണ്ട് പോവുക, സഹനത്തിൻ്റെ വഴികളിലേക്ക് ഈശോ പ്രവേശിക്കുക. അപ്പം എന്ത് ചെയ്തു? പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് പയ്യെ പുറകോട്ട് അങ്ങോട്ട് വലിഞ്ഞു. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ഇനി പുള്ളിയുടെ കൂടെ നടന്നാൽ പണി കിട്ടും. അത് തന്നെ, നിങ്ങൾക്ക് അറിയാമല്ലേ, കൊട്ടേഷൻ ടീമിലെ ആൾക്കാർ വല്ലവരാണോ? നല്ല ടൈമാണ് ഉപയോഗിക്കുന്നത്. പറഞ്ഞ് ഇനി കൂടെ നടന്നു കഴിഞ്ഞാൽ അടി കിട്ടും, കൂടെ നടന്നു കഴിഞ്ഞാൽ അടി കിട്ടും. ഈ അടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? അല്പം അകലെയായിട്ട് നടക്കാൻ തുടങ്ങി. മക്കളെ, തമ്പുരാനോടുള്ള ചേർന്നുള്ള നടപ്പുണ്ടല്ലോ, ദൈവരാജ്യത്തിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, യഥാർത്ഥ സുവിശേഷ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥ ആത്മീയ കരുത്തെന്ന് പറയുന്നത് ഈ തല്ലുകൊള്ളാൻ തയ്യാറാകുന്നതും കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സകല സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ളൊരു ചങ്കുറപ്പാണ് യഥാർത്ഥ സുവിശേഷ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇത് ഏറ്റെടുക്കാൻ പറ്റാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല സുവിശേഷ ജീവിതം. വില കൊടുക്കാതെ ഒന്നും ഒരു സുവിശേഷ ജീവിതവും നടക്കുകയല്ല. നമ്മൾ വിചാരിക്കും ചാരുകസേരയിൽ ഇരുന്ന് ഫാനും കൊണ്ട് ടി വിയും കണ്ട് സീരിയലും കണ്ട് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞ് കളിയാക്കി ഇങ്ങനെ പോകുന്നതാണ് ഒരു സുവിശേഷ ജീവിതമൊന്നും അല്ല. സുവിശേഷ ജീവിതത്തിന് വില കൊടുക്കേണ്ടി വരും. കാരണം യേശു എനിക്ക് വേണ്ടി, എനിക്ക് ജീവൻ തരാൻ വേണ്ടി തൻ്റെ ജീവൻ കാൽവരിയുടെ നെറുകയിൽ പൂർത്തീകരിച്ചവനാണ്. നമുക്ക് വേണ്ടി ആ ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ തന്നവനാണ് ഈശോ. അവനെ പിന്തുടരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ ജീവൻ വരെ വിലയായി കൊടുക്കേണ്ടി വരുന്ന ഒരു വില കൊടുക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സുവിശേഷ ജീവിതം അത്ര എളുപ്പമാണെന്ന് വിചാരിക്കരുത്. അത് യഥാർത്ഥത്തിൽ വില കൊടുക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതവും സുവിശേഷ ജീവിതവും. ഇച്ചിരി സഹനമൊക്കെ എടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ, ഈ യാത്ര മുന്നോട്ട് അത്ര സുഖകരമായിരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, അല്പം അകലെയായി പത്രോസ് നടന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ഇന്നലകളിൽ, നമ്മുടെയൊക്കെ പല കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഇതുപോലെ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളുടെ, കൊടുക്കേണ്ടി വരുന്ന വില മനസ്സിലാക്കിയിട്ട് എത്രയോ ജീവിതങ്ങൾ, എത്രയോ വ്യക്തികൾ കർത്താവിൽ നിന്നും അകന്ന് നടന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള ശാപം എന്ന് പറയുന്നത്. ദൈവമില്ലാത്ത അവസ്ഥ, ശപിക്കപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവമില്ലാത്ത അവസ്ഥയാണ്. ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണ് അവൻ്റെ ജീവിതത്തിൽ ശപിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. അനുഗ്രഹമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ശാപം എന്നൊക്കെ പറയുന്നത് അനുഗ്രഹമില്ലാത്ത അവസ്ഥ എന്ന് പറയും. കാരണം അനുഗ്രഹം ജീവിക്കുന്ന കർത്താവ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു യാത്രയാണ് നമുക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര. നമ്മൾ പറയില്ലേ, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ. ഓ അച്ഛാ, ഞാനിപ്പോൾ അങ്ങോട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. അതെന്നാ? എൻ്റെ അടുത്തൊരു സഹോദരൻ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന നോക്കി ഇച്ചിരി അങ്ങോട്ട് കുറച്ച്. അതിനെ ചേച്ചി പ്രാർത്ഥന കുറച്ച്. നമ്മളൊക്കെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ പ്രാർത്ഥന കൂട്ടും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ദൈവം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ അളവ് കൂട്ടാനുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ. ചേച്ചി എന്നെ പ്രാർത്ഥന കുറച്ച്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സഹനം വെച്ചാ. എന്തോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സഹനമാണ്. അതുകൊണ്ട്
പ്രാർത്ഥന അങ്ങോട്ട് കുറച്ച്, വലിയ പരിക്കൊന്നുമില്ലാതെ ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. മക്കളെ, പരിക്കില്ലാതെ പോകാനല്ല ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ശിരസ് മുതൽ പാദം വരെ അടിയേൽക്കാത്ത ഒരിടവുമില്ലായിരുന്നു, പരിക്കേൽക്കാത്ത ഒരിടവുമില്ലായിരുന്നു. ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചവനാണ് യേശുവിൻ്റെ ശരീരം, ഉഴുതുമറിക്കപ്പെട്ടതാണ്. ആ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായ നമ്മൾ പിന്തുടരുന്നത് അവനെയാണെങ്കിൽ പരിക്കുകളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, സഹനമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പിൻചെല്ലുക, ക്രിസ്ത്യാനിയായിരിക്കുക അസാധ്യമാണ്. നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കാം, മുട്ടുമേ നിൽക്കാം, കൈവിരിക്കാം, പ്രാർത്ഥിക്കാം, പള്ളി പോകാം, കുമ്പസാരിക്കാം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം, അനുഗ്രഹിക്കപ്പെടണം. ഇത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ പ്രശ്നമാണ് മക്കളെ. ചില സമയങ്ങളിൽ വല്ലാത്ത ഭാരം തോന്നുന്ന വിഷയം കൂടിയാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാവോ മക്കളെ? നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്നറിയാവോ? നമ്മുടെ ആത്മാവിൽ മാലിന്യമില്ലാതെ ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് കാണേണ്ടത്. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ മുട്ടുമിൽ നിന്നോ ഒക്കെ ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം, പ്രാർത്ഥിക്കുക, ഈ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെ സമർപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്നിനും ഈ സാന്നിധ്യം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പറ്റില്ല. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന അത്രമാത്രം ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇത് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് ചലിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ മുമ്പിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ, പക്ഷെ എല്ലാ പ്രഭാതത്തിലും ദൈവത്തെ വിളിക്കുന്നവരാകാം നമ്മൾ. എല്ലാ ജീവിതത്തിന്റെ ദിവസങ്ങളിലും നിമിഷങ്ങളിലും ഒക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. പക്ഷേ ഹൃദയത്തിൽ ഇനിയും കർത്താവിന് ഇടം കൊടുക്കാത്ത, ദൈവസ്നേഹം കടന്നു ചെല്ലാൻ നമ്മൾ അനുവദിക്കാത്ത ചില ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടാകാം. ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കടന്നു വരുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഹൃദയം തുറക്കുന്നു, ജീവിതം നിന്റെ മുമ്പിൽ തുറന്നിടുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ പ്രതീക്ഷകളെ എല്ലാം ഈശോ നിന്റെ മുമ്പിൽ വെക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം നിന്റെ ആഗ്രഹത്തിന് കർത്താവേ, ഇതാ ഞങ്ങൾ ഇങ്ങനെ ജീവിതത്തെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രവണതകളെ ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നിമിഷങ്ങളിൽ അവരെ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഈ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, നിന്റെ ഹിതം, നിന്റെ സാന്നിധ്യം, നിന്റെ ഇഷ്ടം ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു കിടക്കുന്നതെല്ലാം നിന്റെ മുമ്പിൽ തുറന്നു തരാൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. ആ കർത്താവിന്റെ ആശീർവാദമാണ് മോളെ, മോനെ നീ സ്വീകരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ഇരുകരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിക്കാം, യാചനയോടെ പിടിക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഈശോയിൽ നിന്ന് ഈ ആശീർവാദത്തിന്റെ സമയത്ത് നിനക്ക് വേണ്ടത്? ഈശോ നിന്നെ ആശീർവദിക്കുമ്പോൾ ഈ ദിവസം എന്തെല്ലാം കാര്യങ്ങളുടെ മീതെയാണോ നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങൾ കർത്താവിന് കൊടുത്തേ. മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ? ജീവിത പങ്കാളിയാണോ നിന്റെ സങ്കടത്തിന്റെ കാരണം? നിന്റെ ജോലിയാണോ? നിന്റെ പരീക്ഷകളാണോ? നിന്റെ പഠന മേഖലകളാണോ? നിന്റെ യാത്രകളാണോ? എന്താണ് നിന്റെ ഈ സങ്കടത്തിന്റെ, അസ്വസ്ഥതയുടെ കാരണം? ഈശോയുടെ മുമ്പിൽ തുറന്നു വെക്കേ. കർത്താവ് ആശീർവദിക്കട്ടെ ആ വിഷയത്തെ. നീ കരങ്ങളിൽ എടുത്തു വെച്ചിരിക്കുന്ന സകല വിഷയങ്ങളും കർത്താവ് ആശീർവദിക്കാൻ പോകുന്ന സമയം, സമൃദ്ധിയായിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മാറ്റപ്പെടാൻ പോകുന്ന സമയം. ആ പ്രതീക്ഷയോടെ, ആ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.